بسم الله الرحمن الرحيم. الحمد لله وبه نستعين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين. ثم أما بعد. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ അൽ-അഖീദത്തുൽ വാസിത്തിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുമൊഴിയിലൂടെ വിശദീകരിച്ച അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏതാനും വിഷയങ്ങളാണ് വിശദീകരിക്കുന്നത്. മുമ്പ് പറഞ്ഞുപോയ മസ്അലകൾ തന്നെയാണ്. പക്ഷേ ഹദീസുകൾ ആ വിഷയത്തിൽ പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം എടുത്തു നൽകിയത് കാരണത്താൽ ആ ഭാഗം പറഞ്ഞു വായിച്ച് അർത്ഥം മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല പറയുന്നു, وَدَخَلَ فِي ذَلِكَ الْإِيمَانُ بِأَنَّهُ قَرِيبٌ مِنْ خَلْقِهِ مُجِيبٌ كما قال تعالى وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. وقال النبي صلى الله عليه وسلم إن الذي تدعونه أقرب إلى أحدكم من عنق راحلته وما ذكر في الكتاب والسنة من قربه ومعيته لا ينافي ما ذكر من علوه وفوقيته فإنه سبحانه ليس كمثله شيء في جميع نعوته وهو علي في ذنوبه قريب في علوه. ഈ ഭാഗം ഷെയ്ഖുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ ഖുർബ്, സാമീപ്യത്തെ വിശദീകരിക്കുകയാണ്. അള്ളാഹു ദാസന്മാരോട് സമീപസ്ഥനാണെന്ന വിശേഷണത്തെ വിശദീകരിക്കുകയാണ്. വദഖല ഫീ ദാലിക്, അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശേഷിപ്പിച്ചത്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത്, അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അൽ ഈമാനു ബിഅന്നഹു ഖരീബുൻ മിൻ ഖൽഖിഹി, അള്ളാഹു തന്റെ ദാസന്മാരോട് ഖരീബാണ് എന്നതിനെ കുറിച്ചുള്ള വിശ്വാസവും ആ കാര്യം വിശ്വസിച്ച് അംഗീകരിക്കൽ. അള്ളാഹു തന്റെ ദാസന്മാരോട് ഖരീബാണ് എന്നുള്ള കാര്യം വിശ്വസിച്ച് അംഗീകരിക്കൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മുജീബുൻ, അള്ളാഹു ഖരീബാണ്, അള്ളാഹു മുജീബുൻ, ഉത്തരം ഏകുന്നവനുമാണ്. കമാ ഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഖരീബാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഞാൻ ജവാബ്, ഉത്തരമേകും. ഫലിയസ്തജീബു ലി, അതിനാൽ ദാസന്മാർ എന്നോട് ഉത്തരം തേടട്ടെ. വല്യുഅ്മിനു ബി, അവർ എന്നിൽ വിശ്വസിച്ച് അംഗീകരിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചവർ ആകും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അള്ളാഹു ഖരീബാണ്, സമീപസ്ഥനാണ് എന്ന വിശ്വാസത്തെ സ്ഥാപിക്കുവാൻ തെളിവായിട്ട് ഈ വചനമാണ് നൽകുന്നത്. തിരുമൊഴിയിൽ വന്ന കാര്യം ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി നൽകുന്നു. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലദീ തദ്ഊനഹു, നിശ്ചയം നിങ്ങൾ ദുആ ചെയ്യുന്നവൻ, അഖ്റബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതിഹി, നിങ്ങളിൽ ഒരാളുടെ വാഹനത്തിന്റെ, ഒട്ടകത്തിന്റെ കഴുത്തിനേക്കാൾ തന്നോട് അടുത്തവനാകുന്നു. ഈ സംഭവം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സഹാബികൾ ഒച്ചത്തിൽ ദുആ ചെയ്യുവാനും
അതേപോലെ ദിക്ർ ചൊല്ലുവാനും തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു സാവകാശത്തിലാക്കുവാൻ, ഒച്ച താഴ്ത്തുവാൻ. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നല്ലദീ തദ്ഊനഹു, നിങ്ങൾ ദുആ ചെയ്യുന്നവനായ അല്ലാഹു അഖറബു ഇലാ അഹദികും, നിങ്ങളിൽ ഒരാളിലേക്ക് ഏറ്റവും അടുത്ത് വസിക്കുന്നു, അടുത്തവനാണ്. മിൻ ഉനുഖി റാഹിലതിഹി, തന്റെ വാഹനത്തിന്റെ ഒട്ടകത്തിന്റെ കഴുത്തിനേക്കാൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥനാണ് എന്നത് ഈ തിരുമൊഴിയും അറിയിക്കുന്നു. ഇതിൽ വന്നത് അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമാവിധം, അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാവിധം നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. വമാ ദുകിറ ഫിൽ കിതാബി വസുന്നതി മിൻ ഖുർബിഹി, അള്ളാഹു സമീപസ്ഥനാണെന്ന് കിതാബിലും ഖുർആനിലും സുന്നത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വമഅയ്യതിഹി, അള്ളാഹു ദാസന്മാരുടെ കൂടെയാണ് എന്നുള്ളതും കിതാബിലും സുന്നത്തിലും ഖുർആനിലും സുന്നത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. ആ പറയപ്പെട്ടത് അഥവാ അള്ളാഹു ഖരീബാണ്, അള്ളാഹു ദാസന്മാരോടൊപ്പമാണ് എന്നൊക്കെ ഖുർആനിലും സുന്നത്തിലും പറയപ്പെട്ടത് ലാ യുനാഫി മാ ദുകിറ മിൻ ഉലുവിഹി വ ഫൗഖിയതിഹി, അള്ളാഹു താൻ ഉലുവിലാണ്, താൻ ഫൗഖിലാണ്, മീതയാണ് എന്ന് പറഞ്ഞതിന് എതിരാവുന്നില്ല. ലാ യുനാഫി, ഇത് എതിരാവുന്നില്ല, നിരാകരിക്കുന്നില്ല. മാ ദുകിറ മിൻ ഉലുവിഹി, അള്ളാഹു തന്റെ ഉലുവിനെ കുറിച്ച് പറഞ്ഞതിനോടും വ ഫൗഖിയതിഹി, അള്ളാഹു താൻ ഫൗഖിലാണ്, മീതയാണ് എന്ന് പറഞ്ഞതിനും എതിരാവുന്നില്ല, അതിനെ നിരാകരിക്കുന്നുമില്ല. കാരണം എന്താ? ഫഇന്നഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ ഫി ജമീഇ നുഊതിഹി, അല്ലാഹുവിന്റെ മുഴുവൻ നുഊത്തിലും വിശേഷണങ്ങളിലും അവന് തുല്യമായി യാതൊന്നുമില്ല. അതാണ് അതിന്റെ കാരണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മീതയാണ് എന്ന് പറഞ്ഞു, അല്ലാഹു ഉന്നതിയിലാണെന്ന് പറഞ്ഞു. അതോടൊപ്പം അല്ലാഹു ദാസന്മാരുടെ കൂടെയാണെന്ന് പറഞ്ഞു, അവരോട് അടുത്താണ് എന്ന് പറഞ്ഞു. ഇത് ഒരിക്കലും ഒന്നൊന്നിനെ നിരാകരിക്കുന്നില്ല. പ്രത്യുത അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുല്യമായിട്ട് യാതൊന്നുമില്ല. പടപ്പുകളുടെ അവസ്ഥയോ പ്രത്യേകതകളോ അല്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളത്. അള്ളാഹു അവന് തത്തുല്യമായിട്ട് യാതൊന്നുമില്ല. അതിനാൽ തന്നെ അള്ളാഹു അവൻ വാനങ്ങൾക്ക് ഉപരിയിലാണെങ്കിലും അവൻ ദാസന്മാരുടെ കൂടെയാണ്, ദാസന്മാരുടെ അടുത്താണ് എന്ന് പറയുന്നതിൽ രണ്ടും കിതാബിലും സുന്നത്തിലും വന്നതാണ്. അപ്പൊ അതിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല, അതൊന്നൊന്നിനെ നിരാകരിക്കുന്ന പ്രശ്നവുമില്ല. അള്ളാഹു അവന്റെ മഹത്വത്തിന് അനുയോജ്യമാവിധം ഈ വിശേഷണങ്ങൾ ഉള്ളവരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. ഈ ഭാഗം നമ്മൾ മുമ്പ് വളരെ വിശദമായിട്ട് സംസാരിച്ചതാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നത് വഹുവ അലിയും ഫീ ദുനുവിഹി, അള്ളാഹു അവൻ ദാസന്മാരോട് അടുത്ത് വർത്തിക്കുന്നു എന്ന അവസ്ഥയിൽ തന്നെ അവൻ അലിയാണ്, ഉന്നതനാണ്. ഖരീബും ഫീ ഉലുവിഹി, അള്ളാഹു അവന്റെ അർശിന്റെ മേധ ഉലുവിലാണെങ്കിലും അവൻ ഖരീബുമാണ്, സമീപസ്ഥനുമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മീതെയാണ്, എന്നാലും അള്ളാഹു ദാസന്മാരോട് ഖരീബാണ്, അടുത്തവനാണ്. അള്ളാഹു ദാസന്മാരോട് അടുത്തവനാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉലുവിലുമാണ്, അവന്റെ ഉന്നതിയിലുമാണ്. എന്തുകൊണ്ട്? അള്ളാഹു അവന് തത്തുല്യമായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഈ രണ്ട് വിശേഷണങ്ങൾ ഒരിക്കലും എതിരായ നിലക്ക് അല്ല, ഒന്നൊന്നിനെ നിരാകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് തുല്യമായിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പടപ്പുകളെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോ നമുക്ക് ഇന്ത്യയിൽ ഒരു സുഹൃത്തുണ്ട് എങ്കിൽ നമ്മൾ ആ സുഹൃത്തിനെ കുറിച്ച് പറയും അയാൾ എന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഞാൻ അയാളോടൊപ്പമാണ് പറയുമ്പോൾ നമ്മൾ വളരെ വിദൂരതയിലാണ്, എത്രയോ കിലോമീറ്ററുകൾ അകലെയാണ്, എന്നാലും പറയും കൂടെയാണ്, അടുത്താണ് എന്നൊക്കെ. ഇത് രണ്ട് ധാത്തും സ്വത്വവും ഒട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ കലർന്നിരിക്കുന്നു എന്നതിനെ തേടുന്നേയില്ല. അത് പടപ്പുകളുടെ വിഷയമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് തുല്യമായിട്ടൊന്നുമില്ല. പടപ്പുകളോട് അള്ളാഹുവിനെ ഉപമിക്കാനും പാടുള്ളതല്ല. പടപ്പുകളുടെ വിഷയത്തിൽ തന്നെ ഇങ്ങനെ ആകാമെങ്കിൽ പടച്ച റബ്ബിന്റെ വിഷയത്തിൽ അതിൽ ആളുകൾ ഇതിന്റെ പേരിൽ സന്ദേഹത്തിലും അതേപോലെ സംശയത്തിലും അകപ്പെടേണ്ട ഒരു
സംഗതിയില്ല. ആളുകൾ ചിലര് അള്ളാഹു അവന്റെ അർശിന് മീതെയാണ് എന്നുള്ളതിനെ നിരാകരിക്കുന്നത് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വരൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിലൊരിക്കലും വൈരുദ്ധ്യം ഇല്ല. അള്ളാഹു അവന്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധം, അവന്റെ പൂർണ്ണതക്ക് അനുയോജ്യമാം വിധം അവന്റെ മഹിത സിംഹാസനത്തിന് മീതെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞു, അവൻ മഹിത സിംഹാസനത്തിന് മീതെയാണ്, വാനങ്ങൾക്കുപരിയിലാണ്. അതോടൊപ്പം അള്ളാഹു ദാസന്മാരോട് ഒപ്പമാണ്, അവരുടെ കൂടെയാണ്. നമ്മൾ അത് എങ്ങനെ എന്നുള്ള വിഷയം ഇതിനു മുമ്പത്തെ അന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വിശദീകരിച്ച് ശൈഖുൽ ഇസ്ലാം കൊടുത്ത ആ വചനങ്ങളെ ഖുർആന്റെ വെളിച്ചത്തിൽ അള്ളാഹു തനിക്ക് സ്ഥിരീകരിച്ചതായ വിശേഷണങ്ങളെ വിശദീകരിച്ചപ്പോൾ അത് നന്നായി അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ആ വിഷയത്തിൽ ഉണർത്തിയത്. തിരുമൊഴിയിൽ വന്നതിനെ കുറിച്ച് പറയുന്നത്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുകയാണ്, വമിനൽ ഈമാനി ബിഹി വബികുതുബിഹി الإيمان بأن القرآن كلام الله منزل غير مخلوق منه بدأ وإليه يعود، وأن الله تكلم به حقيقة، وأن هذا القرآن الذي أنزله على محمد صلى الله عليه وسلم هو كلام الله حقيقة لا كلام غيره، ولا يجوز إطلاق القول بأنه حكاية عن كلام الله أو عبارة، بل إذا قرأه الناس أو كتبوه في المصاحف لم يخرج بذلك أن يكون كلام الله حقيقة، فإن الكلام إنما يضاف حقيقة إلى من قاله مبتدئا لا إلى من قاله مبلغا مؤديا، وهو كلام الله حروفه ومعانيه، ليس كلام الله الحروف دون المعاني ولا المعاني دون الحروف. ഈ ഭാഗം നമ്മൾ മുമ്പ് വിശദീകരിച്ച് മനസ്സിലാക്കിയതാണ്. എന്താണ്? ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു പോവുകയാണ്. വമിനൽ ഈമാനി ബിഹി, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. വബികുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിലും പെട്ടതാണ്. അൽ ഈമാനു ബി അന്നൽ ഖുർആന കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ള വിശ്വാസം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, വചനമാണ്. മുനസ്സലുൻ, ഖുർആൻ അള്ളാഹുവിന്റെ അവതരിപ്പിക്കപ്പെട്ട കലാം. ഗൈറു മഖ്ലൂഖ്, ഖുർആൻ ഒരിക്കലും സൃഷ്ടിയല്ല. മിൻഹു ബദ, അള്ളാഹുവിൽ നിന്നാണ് ഖുർആന്റെ തുടക്കം, തുടങ്ങി. വ ഇലൈഹി യഊദ്, അള്ളാഹുവിലേക്ക് തന്നെ ഖുർആൻ മടങ്ങും. അന്ത്യനാളായിട്ടുണ്ടെങ്കിൽ കലാം, വിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം നമ്മൾ അത് വിശദീകരിച്ച് സംസാരിച്ചതാണ്. വ അന്ന അല്ലാഹ തകല്ലമ ബിഹി ഹഖീഖതൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട്, തന്റെ കലാം കൊണ്ട് സംസാരിച്ചിരിക്കുന്നു, യഥാർത്ഥത്തിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ എന്ത് ചെയ്ത് അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്നുള്ളതിനെ അവർ നിരാകരിച്ച്. അവരെന്താ പറഞ്ഞത്? അള്ളാഹു ആശയം നബിമാർക്ക് ഇട്ടുകൊടുത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശയം കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വകയായി സംസാരിച്ചു. അപ്പൊ അക്ഷരങ്ങളും ശബ്ദമൊക്കെ ആരുതാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് മഹാവ്യാജമാണ്. അള്ളാഹുവിന്റെ കലാമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ, അള്ളാഹു ആകുന്നു അതുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. وأن الله تكلم به حقيقة وأن هذا القرآن الذي أنزله على محمد صلى الله عليه وسلم, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചതായ ഈ ഖുർആൻ ഹുവ കലാമുല്ലാഹി ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ കലാമാണ്. ലാ കലാമ ഗൈരിഹി, അത് മറ്റുള്ളവരുടെ കലാമല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആശയം ജിബ്രീലിന് നൽകി, അങ്ങനെ ജിബ്രീൽ അതിനെ ആഖ്യാനിച്ചു പറഞ്ഞു. അപ്പൊ എന്താ ഇതിനർത്ഥം? ഖുർആൻ ആരെ കലാമ? ജിബ്രീലിന്റെ കലാമ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ ആശയം നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചവരിലേക്കാണല്ലോ കലാമ് ചേർക്കുക. ഇങ്ങനെ ലാ കലാമ ഗൈരിഹി, ജിബ്രീലിന്റെ കലാമോ സംസാരമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമോ അല്ല ഖുർആൻ. ഖുർആൻ ഹുവ കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാകുന്നു. വലാ യജൂസു ഇത്ലാഖുൽ ഖൗൽ ബിഅന്നഹു ഹികായത്തുൻ അൻ കലാമില്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനെ തൊട്ടുള്ള ഹികായത്താണ് ഖുർആൻ എന്ന് പറയാൻ പാടുള്ളതല്ല. വലാ യജൂസു ഇത്ലാഖുൽ ഖൗൽ ബിഅന്നഹു ഹികായത്തുൻ അൻ കലാമില്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനെ തൊട്ടുള്ള ഹികായത്താണ് ഖുർആൻ എന്ന് പറയാൻ പറ്റില്ല. അതായത് അള്ളാഹുവിന്റെ സംസാരത്തിന്റെ ആഖ്യാനമാണ് ഖുർആൻ. ഔ ഇബാറത്തുൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആശയത്തെ
വിവരിച്ചതാണ് ഖുർആൻ. ഇങ്ങനെയും പറയാൻ പാടുള്ളതല്ല. ബൽ എന്ന് മാത്രമല്ല, ഇദാ ഖറഅഹു നാസ്, ഖുർആൻ ജനങ്ങൾ ഓതിയാൽ, ഔ കതബൂഹു ഫിൽ മസാഹിഫ്, മുസ്ഹഫുകളിൽ ജനങ്ങൾ അത് എഴുതിയാൽ, ലം യഖ്റുജ് ബിദാലിക്, ജനങ്ങൾ ഓതി, ജനങ്ങൾ മുസ്ഹഫുകളിൽ എഴുതി എന്ന് വിചാരിച്ച് ഖുർആൻ പുറത്തു പോകുന്നില്ല. അൻ യകൂന കലാമല്ലാഹി ഹഖീഖത്തൻ, അത് അള്ളാഹുവിന്റെ കലാമാണ് എന്നതിനെ തൊട്ട്. ഇപ്പൊ ജനങ്ങൾ ഓതി എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ അള്ളാഹിന്റെ കലാം അല്ലാതാണില്ല. ജനങ്ങൾ മുസ്ഹഫിൽ എഴുതി എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാം അല്ലാതാകുന്നില്ല. പ്രത്യുത മുസ്ഹഫിൽ എഴുതിയാലും ജനങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിലും എഴുതുന്നത് എന്താണോ, പാരായണം ചെയ്യപ്പെടുന്നത് എന്താണോ, അത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവാണ് അതുകൊണ്ട് ആദ്യം സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം പറയുന്നത് ഫഇന്നൽ കലാം, ഒരു സംസാരം, ഇന്നമാ യുദാഫു ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അത് ചേർക്കപ്പെടൽ, ഇലാ മൻ ഖാലഹു മുബ്തദിയ, ആരാണ് തുടക്കത്തിൽ അത് പറഞ്ഞത് അയാളിലേക്കാണ്. അപ്പൊ ആരാണ് തുടക്കത്തിൽ ഖുർആൻ ആരിൽ നിന്നാ തുടങ്ങിയത്? അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് ആരിലേക്കാണ് ചേർക്കേണ്ടത്? അള്ളാഹുവിലേക്കാണ് ചേർക്കേണ്ടത്. കാരണം അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ തുടങ്ങിയത്. അപ്പൊ ജിബ്രീലിന്റെ വാക്കാണെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണമാണെന്നോ അള്ളാഹുവിൽ നിന്നുള്ള ആശയത്തിന്റെ ആഖ്യാനമാണെന്നോ പറയുന്നത് മഹാ അപരാധം. അത് പറഞ്ഞ കക്ഷികൾ, അവർക്കുള്ള മറുപടി തുടങ്ങിയതൊക്കെ അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അശാരികൾക്കുള്ള മറുപടി, അതേപോലെ തന്നെ മുഅ്തസിലിയത്തിനുള്ള മറുപടിയൊക്കെ ആ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണോ സംസാരിച്ചത് തുടക്കത്തിൽ, അയാളിലേക്കാണ് സംസാരം ചേർക്കപ്പെടുക. ഇന്നൽ കലാമ ഇന്നമാ യുദാഫു ഹഖീഖത്തൻ ഇലാ മൻ ഖാലഹു മുബ്തദിയ ലാ ഇലാ മൻ ഖാലഹു മുബല്ലിഗൻ മുഅദ്ദിയ. സംസാരം ആരാണ് സംസാരിച്ചു തുടങ്ങിയ അയാളിലേക്കാണ് ചേർക്കപ്പെടുക. അല്ലാതെ ലാ ഇലാ മൻ ഖാലഹു മുബല്ലിഗൻ, സംസാരം എത്തിച്ചു തരുന്നവനിലേക്കോ അല്ലെങ്കിൽ മുഅദ്ദിയൻ നിർവഹിക്കുന്നവനിലേക്കോ അല്ല ചേർക്കുക. അള്ളാഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചത് ജിബ്രീലാണ്. അതിലെ ജിബ്രീലിലേക്കല്ല ചേർക്കുക. പിന്നെ സംസാരിച്ച അള്ളാഹുവിലേക്കാണ് ചേർക്കുക. ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്നവൻ മുഅദ്ദിയൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഖുർആനാകുന്ന കലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കല്ല ചേർക്കുക. പിന്നെയോ അത് അള്ളാഹുവിലേക്കാണ് ചേർക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു അത് സംസാരിച്ച് തുടങ്ങിയത്. അള്ളാഹുവിലാണ് അതിന് തുടക്കം. അതാണ് ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഉണർത്തുന്നത്. വഹുവ കലാമുല്ലാഹ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു. ഹുറൂഫുഹു വ മആനി, അതിന്റെ അക്ഷരങ്ങളും അതിന്റെ ആശയങ്ങളും. ലൈസ കലാമുല്ലാഹ് അൽ ഹുറൂഫ് ദൂനൽ മആനി, ഹർഫുകൾ മാത്രം അള്ളാഹുവിൻ്റെത്, ആശയങ്ങൾ അല്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതും ശരിയല്ല. അത് മുഅ്തസിലിയാക്കളുടെ വാദം. കലാം അള്ളാഹുവിൻ്റെത്, ഹർഫുകൾ അള്ളാഹുവിൻ്റെത്, ആശയം അത് അള്ളാഹിൻ്റെതല്ല. അത് മുഅ്തസിലിയാക്കളുടെ വാദം. അത് ശരിയല്ല. വലൽ മആനി ദൂനൽ ഹുറൂഫ്, ആശയം അള്ളാഹുവിൻ്റെത്, അക്ഷരങ്ങൾ ഒന്നുകിൽ ജിബ്രീലിൻ്റെത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതും ശരിയല്ല. അത് അശരീകളുടെ വാദം. പിന്നെയോ ഹർഫ്, അക്ഷരങ്ങളും മാനി, ആശയങ്ങളും വിശുദ്ധ ഖുർആന്റേത് ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഈ അഖീദയിൽ നിന്ന് മുഅ്തസിലിയ കക്ഷിയും അശരി കക്ഷിയും വളരെയധികം വിദൂരതയിലാണുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നത് ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് സൃഷ്ടിയല്ല. കാരണം അള്ളാഹിന്റെ വിശേഷണങ്ങളൊന്നും സൃഷ്ടിയല്ല. അള്ളാഹു സൃഷ്ടാവാണ്, സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ ദാത്താകട്ടെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാകട്ടെ, അതൊന്നും എന്തല്ല, അതൊന്നും സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ കലാം അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് മഖ്ലൂഖ്, സൃഷ്ടി എന്ന് പറയാൻ പാടില്ലതല്ല. വിശുദ്ധ ഖുർആൻ മുനസ്സൽ, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. മിൻഹു ബദ, അള്ളാഹുവിൽ നിന്നാണ് അത് തുടങ്ങിയത്. വ ഇലൈഹി യഊദ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ആ വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഉണർത്തുന്നത്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നത് അന്ത്യനാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അദ്ദേഹം പറയുന്നു വഖദ് ദഖല അയ്ളൻ ഫീമാ ദകർനാ മിനൽ ഈമാനി ബിഹി, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നാം ഉണർത്തിയതിൽ ഉൾപ്പെടുന്നു. വബി കുതുബിഹി, അള്ളാഹുവിന്റെ കിതാബിലുള്ള വിശ്വാസത്തിലും
വബിറുസുലിഹി, അള്ളാഹുവിന്റെ മുർസലീങ്ങളിലുള്ള വിശ്വാസത്തിലും കുറെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് ഉണർത്തി. അതിൽ ഉൾപ്പെടുന്നു വഖദ്ദഖല അയ്ളൻ, അതിൽ വീണ്ടും ഉൾപ്പെടുന്നു എന്ത്? അൽ ഈമാൻ ബി അന്നൽ മുഅ്മിനീന യറൗനഹു യൗമൽ ഖിയാമത്തി അയാനൻ ബി അബ്സാരിഹിം. ഏതാ ഉൾപ്പെടുന്നത്? അൽ ഈമാൻ, ഈ പറയാൻ പോകുന്ന വിശ്വാസം. അതെന്താ? ബി അന്നൽ മുഅ്മിനീൻ, നിശ്ചയം മുഅ്മിനീങ്ങൾ, യറൗനഹു, അവർ അള്ളാഹുവെ കാണും, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, അയാനൻ ബി അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട്, ദൃഷ്ടികൾ കൊണ്ട് അള്ളാഹുവിനെ നോക്കി കാണും, നേരിട്ട് കാണും. എങ്ങനെ കാണും? കമാ യറൗന അശ്ശംസ് സഹവൻ, കമാ യറൗൻ, ആളുകൾ കാണുന്നത് പോലെ, അശ്ശംസ, സൂര്യനെ, സഹവൻ ലൈസ ദൂനഹ സഹാബ്, മറയില്ലാതെ, കാർമേഘം മറയിടാതെ തെളിഞ്ഞ രീതിയിൽ സൂര്യനെ കാണുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ കാണും. വകമാ യറൗനൽ ഖമറ ലൈലത്തൽ ബദ്ർ, പൗർണമി രാവിൽ ആളുകൾ ചന്ദ്രനെ കാണുന്നത് പോലെ അവർ അള്ളാഹുവിനെ കാണും. വലാ യുദാമൂന ഫീ റുയതിഹി, അള്ളാഹുവെ കാണുന്നതിൽ അവർക്ക് മറയിടപ്പെടൂല, ഒരു തടസ്സം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണുന്നതിൽ തിരക്ക് കാരണത്താൽ തിക്കും തിരക്കും കൂട്ടിയിട്ട് കാണുന്നതിൽ പ്രയാസം ഉണ്ടാവില്ല. ആ വിധം അവർ അള്ളാഹുവിനെ നേരിട്ട് കാണും, നേർക്ക് കാണും. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തുന്നത്. അപ്പൊ ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അഖീദയാണ്. എന്ത്? അള്ളാഹുവിനെ അന്ത്യനാളിൽ കാണുക എന്നുള്ളത്. അന്ത്യനാളിൽ 2 സന്ദർഭങ്ങളിലായിട്ട് അള്ളാഹുവിനെ കാണും എന്ന് ഹദീസുകളിൽ സഹിയായി വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവെ കാണുക എന്നുള്ളത്, അന്ത്യനാളിൽ കാണുക എന്നുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്, ആദർശം. എങ്ങനെ കാണാം? ആളുകൾ അവരുടെ കണ്ണുകൾ കൊണ്ടാണ് കാണുക. സൂര്യനെ തെളിഞ്ഞ അവസ്ഥയിൽ കാണുന്നത് പോലെ, കാർമേഘം തടയിടപ്പെടാത്ത വിധം സൂര്യനെ കാണുന്നത് പോലെ അള്ളാഹുവെ കാണും. അല്ലെങ്കിൽ പൗർണമി രാവിൽ ചന്ദ്രനെ കാണുന്നത് പോലെ കാണും. ഹദീസിന്റെ പ്രയോഗം വലാ യുദാമൂന ഫീ റുയതിഹി എന്നാണ്. അള്ളാഹുവിനെ കാണുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. ലാ യുദാമൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ അതിന് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കാണാൻ പറ്റും, ചിലർക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ശരിയാം വിധം കാണാൻ പറ്റൂല, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാവരും നേരെ ചൊവ്വെ നോക്കി കാണും. അല്ലെങ്കിൽ കാണുന്നതിൽ ഇടപെടുന്ന പ്രശ്നം ഉണ്ടാവില്ല, ഒരു തടസ്സം അറിയൊന്നും ഉണ്ടാവില്ല. നേരിട്ട് പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് ഹദീസിൽ വന്നതാണ്. ഈ വിശ്വാസത്തെ ബിദഈ കക്ഷികളെ എതിർക്കുന്നുണ്ട്. എങ്ങനെ? പല മുഅ്തസിലി കക്ഷികളും അതേപോലെ മുഅ്തസിലിയാക്കളെപ്പോലുള്ളതായ കക്ഷികളൊക്കെ അന്ത്യനാളിൽ അള്ളാഹുവെ കാണുക എന്നുള്ളതിനെ എതിർക്കുന്നുണ്ട്, നിരാകരിക്കുന്നുണ്ട്. അവർ ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ അത് ഖബർ അഹാദാണെന്ന് പറഞ്ഞിട്ട് തള്ളിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് സഹിഹായി സ്ഥിരപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ അതേപോലെ തന്നെ സുനന്റെ ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകൾക്ക് എതിരാണ്. പിന്നെ മാത്രമല്ല, അതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഊർജ രൂപമല്ല. പിന്നെയോ അള്ളാഹുവിന് ഒരു ഉണ്മണ്ട്, കാണപ്പെടുന്നതായ ഉണ്മണ്ട്. അള്ളാഹുവിനൊരു സ്വത്തുണ്ട്, ദാത്തുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിശ്വാസികൾ നോക്കിക്കാണും എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇമാം ഷാഫി റഹിമഹുള്ളയാകട്ടെ, ഇമാം മാലിക് റഹിമഹുള്ളയാകട്ടെ, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ആകട്ടെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി ആകട്ടെ, റഹ്മത്തുള്ളാഹി അലൽ ജമീ, എല്ലാവരും ആ അഖീദയുടെ വാക്താക്കളാണ്. ഷൈഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നത്, യറൗനഹു സുബ്ഹാന, ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും. വഹുവ ഫീ അറസാത്തിൽ ഖിയാമ, എവിടെ വെച്ച്? അറസാത്തുൽ ഖിയാമയിൽ വെച്ചിട്ട്. വഹുവ എന്ന് ഒരു കോപ്പിയിൽ അതിന് വഹും എന്നാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഫി അറസാത്തിൽ ഖിയാമ, അന്ത്യനാളിന്റെ അറസത്തിൽ ആയിരിക്കുക. അറസത്ത് അല്ലെങ്കിൽ അറസാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വിശാലമായ ഭൂമികയാണ്.
അന്ത്യനാളിന്റെ വേദി എന്ന് പറഞ്ഞാൽ അത് വിശാലമായ നിരന്ന സ്ഥലമാണ്. ആ വിശാലമായ നിരന്ന അന്ത്യനാളിന്റെ വേദിയിൽ വെച്ചിട്ട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും. സുമ്മ യറൗനഹു, പിന്നീട് ആളുകൾ അല്ലാഹുവെ കാണും. ബഅദ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം. കമാ യശാഉ സുബ്ഹാനഹു വ തആല, കമാ യശാഉ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന വിധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതായ അള്ളാഹു എങ്ങനെയാണോ തന്റെ ദാസന്മാർ തന്നെ കാണണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ വിധം ദാസന്മാർ അള്ളാഹുവെ കാണും എന്നുള്ളതാണ്. വിചാരണയുടെ വേദിയിൽ അള്ളാഹുവിന്റെ ആഗമനം ഉണ്ടാകും എന്നുള്ളത് തെളിവുകളിൽ വന്നിട്ടുള്ളതാണ്. ഹൽ യൻദുറൂന ഇല്ലാ യഅതിയഹുമുല്ലാഹു ഫീ ദുലലിൻ മിനൽ ഗമാം, മേഘക്കീറുകളിലായി അള്ളാഹു വരുന്നതിനെ ആണോ അവർ കാത്തിരിക്കുന്നത്? വൽ മലായികത്തു, മലക്കുകളും. അങ്ങനെ വഖുദിയൽ അംറു ഇലല്ലാഹി തുർജഉൽ ഉമൂർ, വിധി തീർപ്പും വിചാരണയും പൂർത്തീകരിക്കപ്പെടും. അപ്പൊ വിധി തീർപ്പും വിചാരണയും പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ആഗമനം ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നിട്ടുണ്ട് എങ്കിൽ ദാസന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണും. ചിലര് പറഞ്ഞത് ഇത് വിശ്വാസികൾ മാത്രം കാണുന്നതാണ് എന്നാണ്. പക്ഷെ വിചാരണയുടെ വേദിയിൽ അള്ളാഹുവിന്റെ ആഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ മുഴുവൻ സൃഷ്ടികളും, വിചാരണയ്ക്ക് വിധേയരാകുന്ന മുഴുവൻ സൃഷ്ടികളും കാണും എന്നുള്ളതാണ്. പിന്നീട് ആളുകൾ വിചാരണയ്ക്ക് ശേഷം, രക്ഷശിക്ഷ വിധിക്കപ്പെട്ടതിന് ശേഷം രക്ഷ അർഹിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ അതിന്റെ പൂർത്തീകരണം ഉണ്ടാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുമുഖം ദർശിക്കുന്നതിലൂടെ. അതുകൊണ്ട് തന്നെ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം, സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറയ്ക്ക് പിന്നിലാണ്. അള്ളാഹുവിന്റെ മറ എന്നുണ്ടെങ്കിൽ പ്രകാശമാണ്. ആ പ്രകാശമാകുന്ന മറ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കുന്നതാണ്. അള്ളാഹു ചോദിക്കും, സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്താണ് ഇനി അധികരിച്ചു വേണ്ടതെന്ന് പറയുമ്പോൾ സ്വർഗവാസികൾ പറയും, അള്ളാഹുവേ ഇനി ഞങ്ങൾക്ക് എന്താണ് അധികമായി വേണ്ടത്? ഈ സ്വർഗീയ സുഖങ്ങളിൽ ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾ യഥേഷ്ടം അത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധികമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു അവർക്കും അള്ളാഹുവിനും ഇടയിലുള്ള മറ നീക്കുകയും അങ്ങനെ അള്ളാഹുവിനെ അവർ ദർശിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ തിരുമുഖ ദർശനമായിരിക്കും അവർക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും അനുഗ്രഹീതമായത് എന്ന് ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴികൾ സഹിയായി സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിനെ 2 സന്ദർഭങ്ങളിലായിട്ട് അന്ത്യനാളിൽ കാണും എന്നുള്ളത് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് സ്ഥിരീകരിക്കുന്നു. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. പിന്നീട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത് വമിനൽ ഈമാനി ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ടതാണ് അൽ ഈമാനു ബികുല്ലി മാ അഖ്ബറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യകൂനു ബഅദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചത്, പ്രസ്താവിച്ചത്, അതിൽ എല്ലാത്തിലും വിശ്വസിക്കൽ. ബികുല്ലി മാ അഖ്ബറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലെല്ലാം വിശ്വസിക്കൽ. മിമ്മാ യകൂനു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. എന്താ മരണത്തിന് ശേഷം? ശൈഖുൽ ഇസ്ലാം പറയുന്നു, ഫയുമിനൂന ബിഫിത്നത്തിൽ ഖബർ വബിഅദാബിൽ ഖബർ വബിനഈമിഹി. ഫഅമ്മൽ ഫിത്നതു ഫഇന്ന الناس يفتنون في قبورهم فيقال للرجل من ربك وما دينك ومن نبيك فيثبت الله الذين آمنوا بالقول الثابت فيقول المؤمن الله ربي والإسلام ديني ومحمد النبي. وأما المرتاب فيقول آه لا أدري سمعت الناس يقولون شيئا فقلته فيضرب بمرزبة من حديد فيسيح صيحة يسمعها كل شيء إلا الإنسان ولو سمعها الإنسان لصائق. എന്താ ശൈഖുൽ ഇസ്ലാം പറയുന്നത്? അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങൾപ്പെട്ടതാണ് മരണശേഷം ഉണ്ടാകുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലെല്ലാം വിശ്വസിക്കൽ. അതിന്റെ ഭാഗമായിട്ട് ഫയുമിനൂന ബിഫിത്നത്തിൽ ഖബർ, ഖബറിലെ ഫിത്നയെ കുറിച്ച്
അവർ വിശ്വസിക്കുന്നു. വബി അദാബിൽ ഖബർ, ഖബർ ശിക്ഷയെക്കുറിച്ചും വബി നഈമിഹി, ഖബറിലെ രക്ഷയെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും വിശ്വസിക്കുന്നു. ഫഅമ്മൽ ഫിത്ന, എന്താ ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ ഖബറിലെ പരീക്ഷണം, അതാണ്. ഫഇന്ന നാസ യുഫ്തനൂന ഫീ ഖുബൂരിഹിം, ജനങ്ങൾ അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. ജനങ്ങൾക്ക് എന്തുണ്ട്? ഖബറിൽ പരീക്ഷണമുണ്ട്. മറമാടപ്പെട്ട വ്യക്തിയെ മലക്കുകൾ വന്ന് പരീക്ഷിക്കും. ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തല ഫീ ഖുബൂരിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടും. അപ്പൊ ഖബർ ഒരു പരീക്ഷണാലയാണ്. ഖബറിലേക്ക് മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കുവാൻ മലക്കുകൾ വരും, അവർ പരീക്ഷിക്കും. എന്താ പരീക്ഷിക്കുക? ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ഫയുഖാലു ലിർറജുൽ, ഒരു വ്യക്തിയോട് ചോദിക്കപ്പെടും, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? വമ ദീനുക്, ഏതാണ് നിന്റെ ദീന്? വമൻ നബിയുക്, ആരാണ് നിന്റെ നബി എന്ന് ചോദിക്കപ്പെടും. ഫയുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, ഈ സന്ദർഭത്തിൽ ഖൗലു സാബിത്ത് കൊണ്ട് അള്ളാഹു വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തും. ഖബറിന്റെ വിജനതയിൽ, ഖബറിന്റെ ഭയാനകതയിൽ, ഖബറിന്റെ ഇരുട്ടിൽ, ഖബറിന്റെ ഇടുസതയിൽ, ഖബറിന്റെ ഏകാന്തതയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഖൗലു സാബിത്ത് കൊണ്ട് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുന്ന. എന്താ ഈ അൽ ഖൗലു സാബിത്ത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാം വിധം പ്രഖ്യാപിച്ചവർക്ക് അള്ളാഹു സ്ഥൈര്യം നൽകും. ഖബറിന്റെ ഭീതിയെ തൊട്ട്, ഖബറിന്റെ പ്രയാസത്തെ തൊട്ട്, ഖബറിന്റെ പ്രയാസത്തെ തൊട്ടും അതിലെ പേടിയെ തൊട്ടും അള്ളാഹു അവർക്ക് നിർഭയത്തെ നൽകും. കാരണം എന്താ? ഖൗലു സ്ഥാപിത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഖൗലു സ്ഥാപിത്ത് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പ്രഖ്യാപിച്ച് യഥാവിധം ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം കനിയും. അള്ളാഹു ആ ഖബറിന്റെ ഭീതിയിൽ അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തും. മുൻകർ, നക്കീർ എന്നീ മലക്കുകൾ ഭീതിയിൽ വന്നിട്ടാണ് ചോദിക്കുക, വിരട്ടിയാണ് ചോദിക്കുക, പേടിപ്പെടുത്തിയാണ് ചോദിക്കുക. പക്ഷേ വിശ്വാസിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകും. ഫയഖൂലുൽ മുഅ്മിൻ, ഈ ചോദ്യങ്ങൾക്ക് മുഅ്മിൻ പറയും, അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാകുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നുള്ളതാണ് കൂടി ഇവിടെ ഉദ്ദേശമാണ്. സൃഷ്ടി പരിപാലിക്കുന്നവനും സൃഷ്ടി നിയന്ത്രിക്കുന്നവനും അതോടൊപ്പം ആരാധ്യനുമാണ് റബ്ബ്. വൽ ഇസ്ലാമു ദീനി, എന്റെ ദീൻ ഇസ്ലാമാണ്. വ മുഹമ്മദ് നബി, എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് മുഅ്മിന് പ്രഖ്യാപിക്കും. വ അമൽ മുർതാബ്, എന്നാൽ മുർതാബ്, ആരാ മുർതാബ്? മുർതാബ് പറഞ്ഞാൽ സംശയാൽ, കാഫിറും മുനാഫിഖും ഒക്കെ സംശയാലും അല്ലെ. അവൻ ഫയഖൂല് പറയും, ആഹിൻ ആഹിൻ, ആഹിൻ ആഹിൻ ലാ അദ്രി എന്ന് പറയും. ആഹിൻ ആഹിൻ, ചില റിപ്പോർട്ടുകളിൽ ഹാ ഹാ എന്ന്, എന്താണ് കഷ്ടത വിളിച്ചു ഓതുന്നതിന് വേണ്ടി അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. നമ്മൾ പറയില്ല കഷ്ടകാലം, കഷ്ടകാലം എന്ന് പറയില്ലേ. ബുദ്ധിമുട്ടും പ്രയാസവും വെളിപ്പെടുത്താൻ അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണത്. ആഹിൻ ആഹിൻ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയും. മാത്രമല്ല സമീഅതു നാസ യഖൂലൂന ശൈഅൻ, ജനങ്ങൾ ചിലത് പറയുന്നത് ഞാൻ കേട്ടു, ഫഖുൽതു, അത് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. മൻ റബ്ബുക എന്നുള്ളതിന് ഉത്തരം പറയാൻ കഴിയില്ല, വമാ ദീനുക എന്നുള്ളതിന് ഉത്തരം പറയാൻ കഴിയില്ല, വമൻ നബിയുക എന്നുള്ളതിനൊന്നും ഉത്തരം പറയാൻ കഴിയൂല. ഫയുദ്റബു ബിമിർസബ്ബത്തിൻ മിൻ ഹദീദ്, മിർസബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇടിമുട്ടിക്കാണ് പറയാ. വലിയ ചുറ്റിക ഉണ്ടല്ലോ, വലിയ ആമർ ചുറ്റിക പറയാം. ഇരുമ്പിന്റെ വലിയ ചുറ്റിക കൊണ്ട് ഫയുദ്റബ്, ആ മനുഷ്യൻ അടിക്കപ്പെടുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്, അടിക്കപ്പെടുന്നു. ഉത്തരം പറയാത്ത മുർതാബ്. ഫയസീഹു സൈഹതൻ യസ്മഉഹാ കുല്ലു ശൈ, ഈ അടിയേറ്റാൽ ആ പാപി അട്ടഹസിക്കും. ഫയസീഹു സൈഹതൻ, ഒരൊറ്റ അട്ടഹാസമാണ്. യസ്മഉഹാ കുല്ലു ശൈ, ആ അട്ടഹാസം എല്ലാ വസ്തുക്കളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴിച്ച്. വലൗ സമിഅഹൽ ഇൻസാൻ, മനുഷ്യനെങ്ങാണ്ട് ആ അട്ടഹാസം കേട്ടിരുന്നുവെങ്കിൽ ലസഇഖ്, മനുഷ്യൻ ജീവനറ്റ് അല്ലെങ്കിൽ പ്രജ്ഞയറ്റ് വീഴുമായിരുന്നു എന്നാണ്
ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഉണർത്തുന്നത്. ഇത് ഹദീസിന്റെ ലഫ്ലുകളെ എടുത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുകയാണ്. ഹദീസിന്റെ ലഫ്ലുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മരണാനന്തരമുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്, അതൊക്കെ വിശ്വസിക്കണം എന്നുള്ളതിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ എടുത്തു കൊടുത്തത്. കാരണം ഈ ഭാഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നുണ്ട് മുഅ്തസിലിനെ പോലുള്ളതായ കക്ഷികൾ. അതേപോലെ തന്നെ ഖബറിലെ പരീക്ഷണത്തെ നിഷേധിക്കുന്നുണ്ട്. അതേപോലെ ഖബറിലുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് വഹയിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എല്ലാം വിശ്വസിക്കേണ്ടതുണ്ട്. സഹിഹായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നത് പരലോകവുമായി ബന്ധപ്പെട്ട് മരണാനന്തരമുള്ള കാര്യങ്ങൾ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും വിശദീകരിച്ചു തന്നിട്ട്. ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിൽ പരീക്ഷണമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ രക്ഷയുണ്ട്, ഖബറിൽ ഷിർക്ക് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബനൂ നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒരു കോവർ കഴുതയുടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കെ ആ കഴുത വിറളി പൂണ്ടോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തള്ളിയിടാറായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 5-6 ഖബറുകൾ തന്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ ചോദിച്ചു, ഇത് ആരുടെ ഖബറുകളാണ്, ആർക്കറിയും? അപ്പോൾ ചിലര് പറഞ്ഞു ഷിർക്കിൽ മരിച്ച ആളുകളുടെ ഖബറാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറുകളെ ചൂണ്ടിയിട്ടാ പറഞ്ഞത്, ഈ ഉമ്മത്ത് അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നു. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ മറമാടുകയില്ല എന്ന് ഭയന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്ന ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. സഹിയായി വിധരിക്കപ്പെടുന്ന ഹദീസാണ്. ഷിർക്ക് ചെയ്ത് മരിച്ചോൻ, ഈ ഉമ്മത്തിൽപ്പെട്ടവർ ഖബറിൽ പരീക്ഷിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. അവരുടെ തല ചതച്ചരക്കപ്പെടുകയും ആ ശിക്ഷ തുടർന്ന് കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് അതിനെ നിരാകരിക്കുകയും നിഷേധിയായി പെരുമാറുകയും ചെയ്യുന്നവർ, അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ കളവ് പറയുന്നവരുടെ വായയും മൂക്കും പിരടിയിലേക്ക് വലിച്ചു കീറി ആ ശിക്ഷ തുടരുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചതിച്ചെടുത്തവർ മരിച്ചാൽ ആ ചതിച്ചെടുത്തത് അവരുടെ ശരീരത്തിൽ കത്തുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരികൾ ആണും പെണ്ണും നഗ്നരായിട്ട് അടിഭാഗം വീതി കൂടിയ മുകൾ ഭാഗം വീതി കുറഞ്ഞ ഒരു തെന്നൂറയിൽ അടുപ്പിൽ തീനാളത്തിൽ കത്തി ആളി ശിക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പലിശ പണക്കാർ, പലിശ ഇടപാടുകാർ, അവർ ചെലവും ചോരയും നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയിൽ മുങ്ങിത്താണ് നീന്തി തുടിക്കുന്ന വളരെ വഷളായ ശിക്ഷ ഏറ്റുവാങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ കുറെ ഖബറിലെ ശിക്ഷകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അതൊക്കെ സഹിയായി ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇതേപോലെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഖബറിലെ ബർസഖി ലോകത്തെ രക്ഷയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതായ കാര്യങ്ങൾ അത് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഇവിടെ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് രക്ഷയുണ്ട്, ആ പരീക്ഷയിൽ വിജയിച്ചവർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ചോദ്യങ്ങൾക്ക് റബ്ബി അല്ലാഹ്, ദീനി അൽ ഇസ്ലാം, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയും, എന്റെ ദാസൻ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് അവന് സ്വർഗത്തിലെ ഉടയാടകൾ നിങ്ങൾ ധരിപ്പിക്കുക, സ്വർഗത്തിലേക്ക് അവനുള്ള കവാടം തുറന്നിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വർഗീയ സുഗന്ധങ്ങളും സ്വർഗീയ പരിമളങ്ങളും സ്വർഗത്തിൽ നിന്ന് ഖബറിലേക്ക് അവനെ തേടി വരും. അതേസമയം പരീക്ഷണത്തിൽ പരാജയപ്പെടുന്ന പാപിയെ സംബന്ധിച്ചിടത്തോളം, മുർത്താബിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവൻ വ്യാജമാണ് പറഞ്ഞത്, അതുകൊണ്ട് അവന് നരകത്തിലേക്കുള്ള കവാടം തുറന്നിടുക, നരകത്തിലെ വസ്ത്രം അവനെ ധരിപ്പിക്കുക, നരകത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചിടുക. നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നരകത്തിലെ തീനാളങ്ങളും ചുടുകാറ്റും അവനെ തേടി ഖബറിലേക്ക് വരും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ധാരാളം വിഷയങ്ങളുണ്ട് ഖബറുമായി ബന്ധപ്പെട്ട. അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതായ ഇത്തരം വിശ്വാസ കാര്യങ്ങൾ. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണർത്തുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള
ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. പിന്നെ ആശുറയുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും വിഷയങ്ങൾ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ആശൂറ ദിവസത്തിലെ നോമ്പിന്റെ മഹത്വം, അതേപോലെ തന്നെ ആശൂറ നോമ്പിന്റെമായി ബന്ധപ്പെട്ട ചരിത്രം. ആശൂറ അഥവാ മുഹറം 10 പുണ്യ ദിവസമാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആശൂറ നോമ്പ് മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധ നോമ്പായി. ജാഹിലിയ കാലഘട്ടക്കാർ ആശൂറയിൽ നോമ്പെടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആശൂറയിൽ നോമ്പെടുത്തിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ജൂതന്മാർ ആശൂറയിൽ താല്പര്യപൂർവ്വം നോമ്പെടുക്കുന്നത് കണ്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത്? അപ്പോൾ ജൂതന്മാര് പറഞ്ഞു, ഇതൊരു മഹത്തായ ദിവസമാണ്. ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയത്. മൂസയുടെയും അനുയായികളുടെയും ശത്രുക്കളായ ഫറോവനെയും കിങ്കരന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. ഫറോവനെയും കിങ്കരന്മാരെയും അല്ലാഹു നശിപ്പിച്ചതിന് ശുക്രോതി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്രോതി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്തു. ഞങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിക്കൊണ്ട് ആശൂറയിൽ നോമ്പെടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് അടുത്തവരും അവകാശപ്പെട്ടവരും ഞങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറയിൽ നോമ്പെടുത്തു. നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറയിൽ നോമ്പെടുത്തിരുന്നു. ആശൂറയിൽ നോമ്പെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു, പ്രവാചകരെ, ജൂതര് നോമ്പെടുക്കുന്ന ദിവസമാണ് ആശൂറ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജൂതരോട് എതിരാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതരോട് മതവിശ്വാസങ്ങളിൽ എതിരാകാൻ കൽപ്പിച്ചിട്ടുണ്ട്. മതവിഷയങ്ങൾ അവരോട് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹാബികൾ ആശൂറയിൽ അവർ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് താസുഴയിലും നോമ്പെടുക്കാൻ, മുഹറം 9 നോമ്പെടുക്കാൻ പറഞ്ഞു. ആശൂറക്ക് മുമ്പ് ഒരു ദിവസം മുമ്പ് നിങ്ങൾ നോമ്പെടുക്കുക. ജൂതരോട് എതിരാകാൻ പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ ഞാൻ അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ഞാൻ താസുഴയിലും നോമ്പെടുക്കുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു മുമ്പ് മരണപ്പെടുകയാണ്, വഫാത്താവുകയാണ് ഉണ്ടായത്. അപ്പോ ആശൂറയിലും താസുഴയിലും നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ആ വിഷയത്തിലുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ആശൂറയിലും ആശൂറക്ക് മുഹറം 10 അതിന് മുമ്പ് ഒരു ദിവസം ശേഷം ഒരു ദിവസം നോമ്പെടുക്കാൻ പറഞ്ഞിട്ട് ഈ ജൂതരോട് എതിരാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. പക്ഷേ മുഹറം 10 ശേഷം 11 നോമ്പെടുക്കുക എന്നറിയിക്കുന്ന യൗമൻ ബഅദഹു എന്ന് പറയുന്ന റിപ്പോർട്ട് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനു മുമ്പ് ഒരു ദിവസം മുമ്പ് നോമ്പെടുക്കുക എന്നുള്ള റിപ്പോർട്ട് സഹിയായി വന്നത്. ശേഷം നോമ്പെടുക്കുക എന്നുള്ള ആ റിപ്പോർട്ട് സഹിയായി വന്നിട്ടില്ല. ചില പണ്ഡിതന്മാർ ആ റിപ്പോർട്ട് കൊണ്ട് അമലെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ടിന് ബലമല്ല. വേണ്ടത് 9-നും 10-നും നോമ്പെടുക്കുക എന്നുള്ളത്. 9-നും 10-നും നോമ്പെടുക്കുക എന്നുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞ് മാസം ഉറപ്പിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ ആശൂറ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആശൂറക്കാണ് എന്ത് പ്രതിഫലം, വരാനിരിക്കുന്ന ഒരു വർഷത്തെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ ആശൂറ നോമ്പിലൂടെ പൊറുക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഒരു മഹത്വം നേടുന്നതിന് വേണ്ടി ആശൂറ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് 9-നും 10-നും 11-നും നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞു. അവര് ഞാൻ പറഞ്ഞ ദുർബലം എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ ആ വിഷയത്തിൽ കൂട്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആശൂറ മുഹറം പിറവി സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിൽ 9-നും 10-നും നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ മതിയാകും. അതാണ് അതിന്റെ പൂർണ്ണത എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വർഷത്തെ ആശൂറ എന്നതിൽ ചില ഇഷ്കാലായിട്ടുണ്ട്. കാരണം കലണ്ടറിൽ ഉമ്മുൽ ഖുറ കലണ്ടറിൽ പ്രകാരം ഇന്ന് 9-ആണ്, നാളെ 10-ആണ്. അതേസമയം മാസപ്പിറവി ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇവിടുത്തെ മജ്ലിസുൽ ഖളാഉൽ ആല, അതേപോലെ തന്നെ മുഫ്തി, ഗ്രാൻഡ് മുഫ്തി അടക്കം അവര് പറഞ്ഞത്
നാളെയാണ് മുഹറം 9, ചൊവ്വാഴ്ചയാണ് മുഹറം 10, ആഷൂറ മുഹറം ചൊവ്വാഴ്ച, താസുഅ തിങ്കളാഴ്ച. അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായ വിഷയവും. തിങ്കളാഴ്ച താസുഅ നോമ്പ് പിടിക്കുക, ചൊവ്വാഴ്ച ആഷൂറ നോമ്പ് പിടിക്കുക. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. ചില ആളുകൾ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഞായറാഴ്ച നോമ്പ് പിടിച്ചിട്ടുണ്ട് താസുഅയാണെന്ന് വിചാരിച്ചിട്ട്, മനസ്സിലായി. പക്ഷെ അവര് നാളെയും മറ്റന്നാളും കൂടി നോമ്പ് പിടിക്കേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ മുഫ്തി, അതേപോലെ തന്നെ മജ്ലിസുൽ ഖദാഉൽ ആല ഒക്കെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ളതായ സ്ഥിരീകരണത്തിൽ താസുഅയും ആഷൂറയും പറഞ്ഞിട്ടുള്ളത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ്. അതുകൊണ്ട് കാര്യം ആളുകൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകളും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.